കോൺഗ്രസിലെ പ്രശ്നങ്ങളെ തുടർന്ന് തങ്കച്ചനെ കള്ളക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ അനീഷ് മാമ്പിള്ളി കസ്റ്റഡിയിൽ. കർണാടകയിലെ കുടക് കുശാൽ നഗറിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. ഇയാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. വിവരങ്ങളുമായി ലിനറ്റ് വർഗീസ് ആണ് ചേരുന്നത്. ലിനറ്റ്, വിശദാംശങ്ങൾ പറയാം. അശ്വതി, ഇന്ന് വൈകുന്നേരത്തോടെയാണ് തങ്കച്ചനെ കള്ളക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ അനീഷ് മാമ്പള്ളിയെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത്. കർണാടകയിലെ കുടക് കുശാൽ നഗറിൽ നിന്നാണ് ഇദ്ദേഹത്തെ പിടികൂടുന്നത്. ഇദ്ദേഹം കഴിഞ്ഞ മാസങ്ങളായിട്ട് ഒളിവിൽ കഴിയുകയായിരുന്നു. പല സ്ഥലങ്ങളിലായി മാറി താമസിച്ചിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഇദ്ദേഹത്തെ അന്വേഷിച്ച് ബത്തേരി ഡിവൈഎസ്പിയുടെ അടക്കമുള്ള അന്വേഷണ സംഘം പല സ്ഥലങ്ങളിൽ അന്വേഷണം ശക്തമാക്കിയിരുന്നു. ഇതേ തുടർന്നാണ് ഇദ്ദേഹം ബാംഗ്ലൂരിലുണ്ട് എന്ന വിവരത്തെ തുടർന്ന് ബാംഗ്ലൂരിൽ എത്തുന്നത്. അദ്ദേഹം അവിടെ നിന്ന് കർണാടകയിലെ കുടകിലേക്ക് യാത്ര ചെയ്യുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഇദ്ദേഹത്തെ പിടികൂടിയിരിക്കുന്നത്. ബത്തേരി ഡിവൈഎസ്പി ആയിരിക്കുന്ന അബ്ദുൽ ഷരീഫിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ പിടികൂടിയിരിക്കുന്നത്. ഇയാൾക്ക് വേണ്ടിയിട്ട് പോലീസ് ലുക്കൌട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിച്ചിരുന്നു. കോൺഗ്രസിലെ ഗ്രൂപ്പ് പ്രശ്നങ്ങൾക്കിടയിലാണ് തങ്കച്ചനെ കള്ളക്കേസ് കൊടുക്കുന്ന സംഭവം ഉണ്ടാവുന്നത്. ഇതേ തുടർന്ന് ജോസ് നെല്ലയുടെ മാൽമൂത്ത് ചെയ്തിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി ഈ ഒരു തോട്ടയും അതോടൊപ്പം കർണാടകയിൽ നിന്ന് വ്യാജ വാച്ചും എത്തിച്ചത് ആരാണെന്നുള്ളതൊക്കെ തന്നെ കണ്ടെത്തേണ്ടത് ഏറെ അത്യാവശ്യമായിരുന്നു. അങ്ങനെയാണ് പ്രസാദിലേക്ക് എത്തുന്നതും. പ്രസാദ് അല്ല, എന്നാൽ ഈ ഒരു തങ്കച്ചന്റെ വീട്ടിൽ ഇത്തരത്തിൽ കള്ളും ഈ ഒരു തോട്ടയും കൊണ്ടുവച്ചത് എന്ന് തന്നെയാണ് പോലീസ് അറിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായി ആരാണ് തങ്കച്ചന്റെ വീട്ടിൽ ഇത്തരത്തിൽ ഈ ഒരു തോട്ടയും വ്യാജ മദ്യവും എത്തിച്ചത് എന്ന് പോലീസിന് കണ്ടെത്തേണ്ടിയിരുന്നു. അതേ തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഈ ഒരു മീനങ്ങാടി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ആയിരുന്ന കോൺഗ്രസിലെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ആയിരുന്ന അനീഷ് മാമ്പിള്ളിയിലേക്ക് പോലീസ് അന്വേഷണം എത്തുന്നത്. തുടർന്ന് ഇദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള പരിശോധനകളൊക്കെ പല സ്ഥലങ്ങളിലൊക്കെ നടത്തിയിരുന്നെങ്കിൽ ഇദ്ദേഹത്തെ കണ്ടെത്താനായില്ല. അതേ തുടർന്നാണ് പോലീസ് ലുക്കൌട്ട് നോട്ടീസ് അടക്കം ഇറക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്നിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ കേസിൽ ഇദ്ദേഹത്തെ പിടികൂടിയത് വലിയൊരു വഴിത്തിരിവായിരിക്കുമെന്നാണ് പോലീസ് നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. അശ്വതി.